തിരുവനന്തപുരം മെട്രോ റെയിൽ അലൈൻമെന്റിന് സംസ്ഥാനം അംഗീകാരം നൽകിയെങ്കിലും കടമ്പകൾ ഇനിയുമുണ്ട്. സംസ്ഥാനം അംഗീകരിച്ച അലൈൻമെന്റിന് കേന്ദ്രത്തിന്റെ അംഗീകാരം ലഭിക്കണം. മാത്രമല്ല, അതിനു പിന്നാലെ DPR തയ്യാറാക്കേണ്ടതുണ്ട്. ഇതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം ലഭിക്കണം. ഒരു മാസത്തിനുള്ളിൽ DPR തയ്യാറാക്കാൻ കഴിയുമെന്നാണ് KMRL വ്യക്തമാക്കുന്നത്. മറ്റൊരു വെല്ലുവിളി തുക കണ്ടെത്തുക എന്നതാണ്. 1 കിലോമീറ്റർ നിർമ്മാണത്തിന് പ്രതീക്ഷിക്കുന്ന ചെലവ് 250 കോടി രൂപയാണ്. 31 കിലോമീറ്റർ നിർമ്മിക്കാൻ വേണ്ടിവരിക 7750 കോടി രൂപ. 20:20:60 എന്ന തരത്തിലാണ് ചെലവ് വഹിക്കുക. 20% വീതം തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കും. 60% മറ്റ് ഏജൻസികളിൽ നിന്ന് കണ്ടെത്തും. ടെക്നോ പാർക്കിൻ്റെ 3 ഫേസുകൾ വിമാനത്താവളം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ് എന്നിവ ബന്ധിക്കുന്ന ആദ്യഘട്ട അലൈൻമെൻറ്റാണ് അംഗീകരിച്ചത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക. പാപ്പനംകോട്ട് നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം, പാളയം, ശ്രീകാര്യം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കൊച്ചുവേളി വിമാനത്താവളം വഴി ഈഞ്ചക്കലിൽ അവസാനിക്കും. 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 27 സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും. കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കാര്യവട്ടം എന്നിവയായിരിക്കും ഇൻ്റർചേഞ്ച് സ്റ്റേഷനുകൾ. തിരുവനന്തപുരം മെട്രോയുടെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചിരുന്നു. ഇതിൽ ശ്രീകാര്യം മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. മെട്രോ സ്റ്റേഷനുകൾ പാപ്പനംകോട്, കൈമനം, കരമന, കിള്ളിപ്പാലം ജംഗ്ഷൻ, തമ്പാനൂർ, സെക്രട്ടേറിയറ്റ്, പാളയം, പ്ലാമൂട്, പട്ടം, മുറിഞ്ഞപാലം, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, പോങ്ങുമൂട്, ശ്രീകാര്യം, പാങ്ങപ്പാറ, ഗുരുമന്ദിരം, കാര്യവട്ടം, ടെക്നോ പാർക്ക് ഫേസ് 1 ഇവിടെ ഇൻ്റർചേഞ്ച് സ്റ്റേഷനാണ്. ടെക്നോ പാർക്ക് ഫേസ് 3 കുളത്തൂർ, ടെക്നോ പാർക്ക് ഫേസ് 2 ഇതും ഇൻ്റർചേഞ്ച് സ്റ്റേഷനാണ്. ആക്കുളം ലേക്ക്, കൊച്ചുവേളി, വെൺപാലവട്ടം, ചാക്ക, എയർപോർട്ട്, ഈഞ്ചക്കൽ ഏറ്റവും ഒടുവിലത്തെ ടെർമിനൽ സ്റ്റേഷനാണ്. ഈ പാതയുടെ ഒരു എൻഡ് വരുന്നത് ഈഞ്ചക്കലാണ്. ഈ തരത്തിലാണ് ഇതിൻ്റെ ഒരു രൂപകൽപ്പന. രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ മാതൃകയിൽ തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ റെയിൽ നടപ്പാക്കാൻ കേരള റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകരിച്ചത്. 2014 DMRC ആദ്യ DPR കൈമാറി. പിന്നെയും പദ്ധതി വൈകിയതോടെ വീണ്ടും DPR തയ്യാറാക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചു. 2021 പുതിയ DPRും DMRC നൽകി. 2022 സംസ്ഥാനത്തെ റെയിൽവേ പദ്ധതികൾക്ക് ഒന്നിലധികം സ്ഥാപനങ്ങൾ വേണ്ടെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് KRTL പിരിച്ചുവിട്ടു. തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോകളുടെ ചുമതല KMRLന് കൈമാറി. 2023 തിരുവനന്തപുരത്ത് മെട്രോ ഗതാഗത പദ്ധതി തയ്യാറാക്കി. 2024 CMBയുടെ അടിസ്ഥാനത്തിൽ പുതിയ റൂട്ടുകൾ നിർദ്ദേശിച്ചെങ്കിലും അലൈൻമെൻറ്റ് മാറ്റാൻ വീണ്ടും സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ അലൈൻമെൻറ്റ് അംഗീകരിച്ചതോടെ പദ്ധതി അംഗീകാരത്തിനായി കേന്ദ്ര സർക്കാരിന് ഉടൻ സമർപ്പിക്കും.